ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഒന്നും പറ്റിയില്ലെങ്കിലും പപ്പയ്ക്ക് വേണ്ടി ഇത്ര നല്ലൊരു യാത്രയിൽ കൊടുക്കാൻ പറ്റിയ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും കാണുമ്പോൾ ഇപ്പം എല്ലാവരും എന്നെ അറിയുന്നു. സാംസൺ പേര് ഒരു കീബോർഡ്സ് എന്നുള്ള പേരിലും അല്ലെങ്കിൽ പവർഷനിലൂടെയും എല്ലാവരും എന്നെക്കുറിച്ച് പറഞ്ഞു. എന്നെ എല്ലായിടത്തും അറിയാം, എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് പറഞ്ഞു, അങ്ങനെ അറിയാം. ഞാൻ ഇങ്ങനെ ആയതിൻ്റെ കാരണം എൻ്റെ അപ്പനും അമ്മയാണ്. എനിക്ക് ഓർമ്മ വെച്ച നാളിൽ മുതൽ ഇത്രയും നാൾ വരെ എൻ്റെ കൊച്ചിലടക്കം എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഞാൻ പറയാം. നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ ആലപ്പുഴയുടെ ദേശത്തിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് എവരി ഹോം ക്രൂസൈഡ് എന്ന് പറഞ്ഞൊരു സുവിശേഷ വേല പപ്പ ആദ്യം ചെയ്തുകൊണ്ടിരുന്നു. അത് എല്ലാ വീടുകളും ചെല്ലുക, സുവിശേഷം പറയുക, അതായിരുന്നു ആ സംഘടനയുടെ മെയിൻ. പപ്പ അവിടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പപ്പ അവിടെയുള്ള ആലപ്പുഴയിലായിരുന്നു ഞങ്ങൾ ആദ്യം. അവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നത് എനിക്കറിയാം. അപ്പോൾ രാവിലെ ആകുമ്പം ട്രാക്ടർ എടുക്കും, ഒരു ചെറിയ സൈക്കിളുണ്ട്, അത് ചവിട്ടിയാണ് പപ്പ പോകുന്നത്. അത് എല്ലാ വീടുകളിലും കയറി സുവിശേഷം പറയുന്നത് എനിക്ക് നല്ല അറിയാം. ആ സമയത്ത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് 5 വയസ്സോ 6 വയസ്സോ ഉള്ള സമയത്താണ് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുക. പപ്പ ഇതുപോലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പപ്പ എല്ലാ ദിവസവും പോകുന്നു. ഇതെവിടെ പോകാമെന്നോ എന്തോന്നു അന്ന് എൻ്റെ പ്രായത്തിൽ എനിക്കറിയത്തില്ല. ട്രാക്ടറുമായിട്ട് പപ്പ പോകുന്ന കാണാം. അന്ന് പപ്പ രാത്രി വീട്ടിൽ വന്നു. ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ട്. ആ സമയത്ത് ഒരു വൈകിയ സമയത്താണ് പുറത്തുനിന്ന് ആരോ വന്ന് കഥയ്ക്ക് തട്ടും സൗണ്ട് കേട്ടു. പെട്ടെന്ന് പപ്പ എഴുന്നേറ്റു ചെന്നു കഥ തുറന്നു. ഞങ്ങളെല്ലാവരും വീട്ടിനകത്തുണ്ട്. ഞങ്ങൾ മക്കളുമുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞാൻ പപ്പയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. തുറന്ന ഉടനെ ഇവർ 2-3 പേരകത്ത് കയറി. പക്ഷെ നോക്കിയപ്പോഴത്തേനും പുറത്ത് ആ വീടിൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്, പുറത്തും മുറ്റത്ത് നല്ല ആളുണ്ട്. നോക്കിയപ്പോഴത്തേനും അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, അവർ സുവിശേഷ വിരോധികളാണ്. അവർ പപ്പായോട് ഡയറക്റ്റ്ലി പറഞ്ഞു, ഞാൻ കേട്ടോണ്ട് നിൽക്കുക, ഇനി നിങ്ങൾ എൻ്റെ വീട്ടിൽ ആരുടെയും വീട്ടിൽ കയറിയാൽ നിങ്ങളുടെ തല വെട്ടുമെന്ന് ആദ്യം അവരിങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആ കൊച്ചു പ്രായത്തിൽ എനിക്കത് കേട്ടിട്ട് എനിക്കത് എന്തോന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ എനിക്കത് പേടിയായിപ്പോയി, കാരണം അങ്ങനെ പറഞ്ഞപ്പം. പക്ഷെ പപ്പ അന്നേരവും പേടിക്കാതെ തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് അതാണെങ്കിൽ നിങ്ങളത് ചെയ്തോ, എന്നെ ദൈവം ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്, അത് ഞാൻ ചെയ്യുമെന്ന് പപ്പ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ സമയങ്ങളും അത് കഴിഞ്ഞ് പപ്പ ന്യൂ ഇന്ത്യ ചർച്ചിൻ്റെ സഭാചാരത്തിലേക്ക് മാറി. അവിടെ ആയിരുന്നു, അന്നൊരു ആലപ്പുഴ തന്നെയായിരുന്നു. അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ജമൽ സിച്ചാൻ എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന അച്ഛൻ്റെ പപ്പായ ഇവരൊന്നിച്ചായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ വന്ന് പറഞ്ഞു, ഇപ്പം അവിടെ ഒരു 3-4 ചർച്ച് ഞങ്ങളുണ്ടായിരുന്ന സമയത്ത്, ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവിടെ ഒരൊറ്റ ചർച്ചോ ഒരു വിശ്വാസികളോ ഇല്ലാത്ത സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. പപ്പ അന്ന് പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എത്ര പ്രായമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അത് ഒട്ടും ആളില്ലാത്ത സമയത്താണ്. ആ സമയത്ത് 1-2 ആഴ്ചകൾ ഞങ്ങൾ ഭക്ഷണമില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും പപ്പായ അമ്മയും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മോനെ വെളിയിൽ പോയോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാലോ കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ആരോടും പറയരുത്, ഭക്ഷണം കഴിച്ചെന്ന് മാത്രമേ പറയാവൂ, അടുത്ത വീടുകളിൽ പോയോ നമ്മളൊന്നും മേടിച്ച് കഴിക്കരുത്.
നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നത്, അത് ദൈവം നമുക്ക് അതിനുള്ള അനുഗ്രഹം തരുമെന്ന് അന്ന് മുതലേ ഞങ്ങളോട് പറയുമായിരുന്നു. ഞങ്ങളെല്ലാവരും, മക്കളെല്ലാവരും. ആ സമയത്തും പപ്പ ഞങ്ങൾക്ക് കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. അത്രയും ഭക്ഷണം ഇല്ലാതൊക്കെ ഇരുന്ന സമയത്തും പപ്പ വൈകുന്നേരം ആകുമ്പം സൈക്കിൾ എടുക്കും. അതിനകത്തൊരു ചെറിയൊരു സ്പീക്കറുണ്ട്. ആ സ്പീക്കറും മൈക്കും എല്ലാം വെച്ച് കെട്ടി ആലപ്പുഴയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോയി പരസ്യവും നടത്തായിരുന്നു. വൈകിട്ട് ഞാനും എന്നെയും കൂട്ടും, എൻ്റെ പെങ്ങളുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പോയി പാടും. പപ്പയും വേറൊരു പാസ്റ്ററും കാണും. ഞങ്ങൾ അവിടെ ആ ഏരിയയിൽ ഞങ്ങൾ നിന്ന് പാടാത്ത കവലകളില്ല. ഞാനന്നും പാടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കൊച്ചായിട്ടൊരാൾ നിന്ന് പാടുമ്പം അവിടെ വരുന്ന ആച്ചാന്മാരോ അല്ലെങ്കിൽ പ്രായമുള്ളവരാരെങ്കിലും എന്നെ കണ്ടിട്ട് എനിക്കെന്തെങ്കിലും കഴിക്കാൻ മേടിച്ച് തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അതെനിക്കറിയത്തില്ല, അതൊരു സുവിശേഷ വിലയാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാനത് ചെയ്തതുകൊണ്ട് ഇന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം എനിക്കൊരു ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അപ്പനെ ഇത്രത്തോളം എനിക്ക് നോക്കാൻ പറ്റി. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പണ്ട് അത്രയും പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ എല്ലാവരോടും എന്നോട് സംസാരിക്കുന്നവർ പറയും, ഞാൻ അത്രയും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൊക്കെ വന്നത് ഞാനിങ്ങനെ ആരോടും ഇതൊന്നും പറയാറില്ല. ഇപ്പം ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എല്ലാവരോടും ഞാൻ പറയും, എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇപ്പം ഞങ്ങളെ ദൈവം വളരെ രാജകീയമായിട്ടാണ് ഞങ്ങളെ നടത്തുന്നതെന്ന്. അതുപോലെ ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ട് എല്ലാ കാര്യത്തിനും പപ്പ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം എന്ത് കാര്യമുണ്ടല്ലോ ചോദിക്കാൻ പറയുകയും ചെയ്യുക. അവസാന സമയങ്ങളിലും ലാസ്റ്റ് എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു. 2 പ്രാവശ്യം ഇതുപോലെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നേരത്തെ എൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയ സ്ഥലങ്ങളിൽ 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു, പപ്പ പെട്ടെന്ന് സീരിയസ് ആണ്. അപ്പം ഞാൻ അവിടെ പെട്ടെന്ന് തിരിച്ചു പോരുന്നു. ലാസ്റ്റ് സമയമായപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ ഞാൻ ഈ ആഴ്ചകൾ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഒരു 3-4 ദിവസമായിട്ട്. ആ സമയത്ത് എന്തായാലും പപ്പ ഇവിടുന്ന് പോയപ്പം ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും, അപ്പനും അമ്മയും പപ്പയുടെ അടുത്ത് അമ്മയും എൻ്റെ സഹോദരനും സഹോദരി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ പപ്പ ഈ സമയങ്ങളിൽ വയ്യാതെ കിടന്ന സമയങ്ങളിൽ അനേക സമയങ്ങൾ കാരണം ഒത്തിരി വേദന അനുഭവിച്ചു. ഒത്തിരി എന്നാലും ഒന്നും പറയത്തില്ലായിരുന്നു. എന്തേലും തീരെ മേലാതെ ഒരു എന്നോട് പറയടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ തീരെ ഓർമ്മ ഒട്ടുമില്ലായിരുന്നു. ആ സമയത്ത് ഓർമ്മ പോകുമ്പം ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും ഓർമ്മ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ വേറെ വല്ല വിളിച്ച് പറയുമോ എന്തോ പറയുമെന്ന് അറിയത്തില്ല. ആദ്യം ഞാൻ പപ്പ ഇതുപോലെ സോഡിയം കുറഞ്ഞ് ഓർമ്മ മൊത്തം പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് പപ്പ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല എന്തോ പറയുന്നതെന്ന്. പുറത്തേക്ക് പറയുന്നുമുണ്ട്. എനിക്ക് തോന്നി ദൈവമേ അവിടെ അല്ലാത്തുള്ള പേഷ്യൻസും അവരൊരു ഇത് വല്ലാതെയൊക്കെ സംസാരിക്കുന്നുണ്ട്, അതുപോലെ പറയുമോ എന്നൊക്കെ പേടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അവിടെ കേൾക്കുന്നത്, അങ്ങോട്ട് ഓർമ്മയില്ലാതെ വന്ന സമയത്തും പപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് 90-ാം സങ്കീർത്തനം ഇങ്ങനെ പ്രബോധിപ്പിക്കുന്ന പോലെ പപ്പ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്യുന്നതൻ്റെ മറവി വസിക്കുകയും സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കത് കേട്ടിട്ട് എനിക്കത് ഒരു മനസ്സിലായില്ല. കാരണം ഇത്ര ഓർമ്മയില്ലാത്ത ആളെങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുക. ലാസ്റ്റ് സമയത്തും വീട്ടിലായിരുന്നപ്പോഴും ഇതുപോലെയാണ്. വേദന കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുള്ളപ്പോൾ പപ്പയാണെങ്കിൽ ഒച്ചത്തി അല്ലേലേ പറയും അവിടെ ഇരുന്നുകൊണ്ട്. അത് ഭയങ്കര സൗണ്ടില്ല അല്ലേലേ പറയുന്നത്. എൻ്റെ മോനുണ്ട്, 2ാമത്തവൻ. അവൻ ഇത് കേട്ടിട്ട് കൂട്ടത്തിൽ അപ്പച്ചൻ അല്ലേലി പറയുമെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പുറത്തിരുന്ന് അല്ലേലി പറയും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പപ്പ. ഇത്രയും നല്ലൊരു യാത്രയപ്പോൾ എനിക്ക് പപ്പായ്ക്ക് കൊടുക്കാൻ പറ്റി. ഞാൻ പപ്പായ സുഖമില്ലാതെ കിടന്ന സമയത്തും ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും എൻ്റെ സഹോദരനുണ്ട്, സാം എന്നാണ് പേര്. പുള്ളി അങ്ങനെ വെട്ടത്ത് വരത്തില്ല, പെട്ടെന്ന് ഞങ്ങൾ 2 പേരും കൂടെയാണ് പപ്പായെ നോക്കിയതും എല്ലാം ചെയ്തത്. അതിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഞങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ അമ്മ പപ്പായ എത്രത്തോളം, അമ്മയ്ക്കും വയ്യ, എന്നാലും ഈ പ്രായത്തിലും പപ്പായെ നോക്കാവുന്ന രീതിയിലെല്ലാം അമ്മ പപ്പായെ നല്ലതായിട്ട് നോക്കി.
ഞാൻ ഈ മ്യൂസിക് ഫീൽഡിൽ വന്നത്, ഈ മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്നത് പപ്പ കാരണമാണ്. ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഒരാളായി എല്ലാവരും പറയുന്നു എന്ന് പറയുന്നു. എങ്ങനെ പറയണമെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പ്രതിയാൽ ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്ന എന്നെ സ്നേഹിച്ചും അതുപോലെ പപ്പായ അറിയാവുന്നവരും പപ്പായുടെ കുടുംബത്തിലുള്ളവരും ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകാലം എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൂരത്തുനിന്നും ഇവിടെ നിന്നും വന്നവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആരെങ്കിലും പ്രത്യേകാലം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ പ്രത്യേക ഞാൻ ഈ പപ്പ വയ്യാതായ സമയങ്ങളിൽ എപ്പോഴും ഞാൻ ഒരു 5 വർഷമായിട്ട് പവർവിഷനിൽ വർക്ക് ചെയ്യുകയാണ്. പവർവിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കഴിഞ്ഞാൽ അടുത്തൊരു കുടുംബം പോലെയാണ് അവിടെ. എൻ്റെ എന്ത് കാര്യമാണെങ്കിലും അവിടെ ചെന്ന് പറയാം. അവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണ് സഹകരിക്കുന്നത്. എന്നെ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെപ്പോലെയും അല്ലെങ്കിൽ മോനെപ്പോലെയും അങ്ങനെയാണ് അവിടെ ഉള്ള എല്ലാവരും എന്നോട് സഹകരിക്കുന്നതും എന്നോട് ഇടപെടുന്നതും. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് അവിടെ പോയി പറയാം. എൻ്റെ കാര്യങ്ങളാണെങ്കിലും അവിടെ പോയി അവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണ് എന്നോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്. പപ്പ വയ്യാതായ സമയങ്ങളിൽ പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട സമയങ്ങളിലാണെങ്കിൽ പോലും ഞാൻ പ്രോഗ്രാമിനാണെങ്കിൽ പോലും ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പം തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് പ്രത്യേകം ഞാൻ പറയുന്നു. ഞങ്ങളുടെ അക്കൗണ്ട്സിലുള്ള റോബി ചേട്ടനുണ്ട്. പുള്ളിയാണ് എല്ലാ കാര്യത്തിനും അവിടെ വീട്ടിൽ ഓടി വരികയും വണ്ടി വേണമെങ്കിൽ വണ്ടി എങ്ങനെയാണേലും വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പുള്ളിയാണ്. പവർവിഷനിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുപോലെ പ്രത്യേകം ഞാൻ പവർവിഷനിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ടോണിച്ചാൻ ഇവിടെ ഇല്ല. ടോണിച്ചാൻ ആ സമയത്ത് എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു, പപ്പായ്ക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് പറയണം. ഞങ്ങളുടെ CEO ആണ് ടോണിച്ചാൻ. ഞാൻ ടോണിച്ചാൻ എന്നാണ് വിളിക്കുന്നത്. അച്ഛൻ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഈ മരണം നടന്ന സമയത്തും മരണത്തിന് മുമ്പാണല്ലോ എന്നെ വിളിച്ചടാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്, നീ എന്നെ വിളിക്കണം, അച്ഛൻ ഇവിടെ ഇല്ല, ഒരു അത്യാവശ്യം മീറ്റിങ്ങിനായിട്ട് കടന്നു പോയേക്കാണ്. അപ്പം മരണം നടന്ന സമയത്ത് അവിടെ ആരെയും വിളിക്കാൻ കിട്ടിയില്ല. എല്ലാവരെയും വിളിച്ചിട്ട് ആരും വന്നില്ല. അന്ന് പറഞ്ഞാൽ സൺഡേ രാവിലെയാണ് മരിച്ചത്. ആ സമയത്ത് അവിടെ എങ്ങും ആരുമില്ല. ഞാൻ പെട്ടെന്ന് പവർവിഷനിലേക്ക് വിളിച്ചു. പെട്ടെന്ന് ടോണിച്ചാനും അതുപോലെ അനീഷ് പാസ്റ്ററും അവിടെ കടന്നു വന്നു. പപ്പ വയ്യാതെ കിടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടേ പാസ്റ്ററും അനീഷ് പാസ്റ്ററും ടോണിച്ചാനും ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അനീഷ് പാസ്റ്ററും ടോണിച്ചാനും കൂടെ എന്നെ വിളിച്ച് സംസാരിച്ചു. ഈ കഴിഞ്ഞ ദിവസം പപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിനും ടോണിച്ചാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ടോണിച്ചാൻ ഉണ്ടായിരുന്നു, റൂബിച്ചാൻ ഉണ്ടായിരുന്നു, സിജിനിച്ചാൻ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാ കാര്യത്തിനും ആദ്യം അവസാനം, അതായത് ഞാൻ ഈ മരണം നടന്ന സമയം മുതൽ ഒരു കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് പവർവിഷനിൽ അത് ഞങ്ങളുടെ CEO ടോണിച്ചാൻ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പിന്നെ രണ്ടാമത് റോബിച്ചാനോട് ചോദിച്ചു, അച്ഛാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞടാ ഒരു കാര്യങ്ങളും ഇല്ല, എല്ലാ കാര്യങ്ങളും ടോണിച്ചാൻ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും പാരപ്പണ്ട, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇതുപോലെ നടക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പവർവിഷനിലുള്ള കുടുംബത്തിലുള്ള എല്ലാവരും അതുപോലെ വന്നു ചേർന്ന എല്ലാവർക്കും, അതായത് പവർവിഷനിൽ നിന്ന് വന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന പ്രസാദാനും ഷീജിജിയും, അതായത് ഞങ്ങളിവിടെ പപ്പായ്ക്ക് വയ്യാന്ന് പറയുമ്പോഴേ അവർ ഓടി വീട്ടിൽ വരും. വൈകിട്ടാണെങ്കിലും അവർ താമസിച്ച് പ്രയറിന് പോയാലും എവിടെയെങ്കിലും പോയിട്ടാണെങ്കിലും ഒരു 10-11 മണിയാണെങ്കിലും രാത്രിയാണെങ്കിലും എന്നെ വിളിക്കും. എടാ രാത്രിയാണെങ്കിലും ഞങ്ങൾ വീട്ടിലോട്ട് വരും. എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് കുറേ നേരം പപ്പ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും, കുറച്ച് പാട്ടൊക്കെ പാടും, ഞങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കഴിഞ്ഞിട്ട് അച്ഛനും ചേച്ചി എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അച്ഛൻ കൂടെ നിന്ന് അച്ഛനും ചേച്ചിരിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ സഭ ഞങ്ങളിവിടെ വന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങളിവിടെ വന്ന് ഇവിടെ കൂടി അന്ന് മുതൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്നെ നേരത്തെ മുതലേ അറിയാം. ഞാനിവിടെ സഭയിൽ അംഗത്വം ആകുന്നതിന് മുമ്പേ പാസ്റ്റർക്ക് എന്നെ അറിയാം. പക്ഷേ അന്നും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്,
മോനെ ഇങ്ങനെയല്ല ദൈവം പെട്ടെന്ന് നമുക്കൊരു ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ, നമുക്ക് വീടിൻ്റെ കാര്യങ്ങൾ എപ്പോൾ കണ്ടാലും എന്നെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പപ്പയും അമ്മയൊക്കെ പ്രായമായില്ലേ, നമുക്കതെല്ലാം ക്രമീകരിക്കണം, നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എല്ലാ കാര്യവും റെഡിയാവും എന്നൊക്കെ എപ്പോഴും എന്നെ പിടിച്ച്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ പ്രാർത്ഥിക്കുന്ന അത്ര കംഫർട്ടായിട്ടാണ് നമ്മൾ പാസ്റ്ററോട് നിൽക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഭയങ്കര നമ്മളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. എല്ലാ വിഷയം, എന്ത് വിഷയം ഉണ്ടെങ്കിലും പാസ്റ്ററെ ഞാൻ വിളിച്ച് പറയാറുണ്ട്. പാസ്റ്റർ ഞങ്ങളോട് അതുപോലെയാണ് സഹകരിക്കുന്നത്. പാസ്റ്ററും അതുപോലെ ഷാജി പാസ്റ്റർ, അജി പാസ്റ്റർ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ റെജി പാസ്റ്റർ, ഇവിടെ അസിസ്റ്റൻറ്റ് പാസ്റ്റർമാരായിരിക്കുന്നത് റെജി പാസ്റ്ററുണ്ട്, മറ്റു പാസ്റ്റർമാരുണ്ട്. അവരെല്ലാവരും ഞങ്ങളോട് വളരെ സഹകരണവും സ്നേഹവും കാണിച്ചതിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും എല്ലാത്തിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാരാണ് ഇവിടെ മ്യൂസിഷ്യന്മാരായിട്ടുള്ള എല്ലാവരും. ഇവരെല്ലാവരും കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല, ഇവരെൻ്റെ സഹോദരങ്ങളാണ്. ഇത് അറിഞ്ഞ അന്നേരം അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പലരും എന്നോട് പറഞ്ഞടാ നീ പേടിക്കണ്ട, ഞങ്ങളവിടെ ഉണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പൗരശല്യത്തിൽ തന്നെ ഒരു കാര്യമാണ്. ഞങ്ങൾ മരണം നടന്ന അന്ന് ഞാൻ ഞായറാഴ്ച രാവിലെയാണ് മരണം നടക്കുന്നത്. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാവരും രാവിലെ ആ ഇട്ട ഡ്രസ്സിൽ നേരെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക. അപ്പോഴാണ് ടോണിച്ചാൻ എന്നെ വിളിച്ചു റോബിച്ചാനോട് പറയുന്നത് കേട്ടത്. എന്നോട് പറഞ്ഞു, മോനെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കരുത്, ആരോടും പറയുകയും വേണ്ട, ഇന്നു മുതലുള്ള ഫുഡ് നിങ്ങൾ എന്ന് കംഫർട്ടാവുക അന്ന് ആ ദിവസം വരെയുള്ള ഫുഡ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്നാണ് കൊണ്ടുതരുന്നത്, സമയാസമയത്ത് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കും, നിങ്ങൾ ഒരു കാര്യത്തിലും വിഷമിക്കരുത് എന്ന് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അന്ന് ആ ദിവസം മുതൽ ഉച്ച മുതലുള്ള ഫുഡും ഇത്രയും നേരം ഈ സമയം വരെയുള്ള ഫുഡും ഭക്ഷണവും വെള്ളവും എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് ഒരു കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ കാര്യത്തിനും ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ എന്തോ ചെയ്യേണ്ടതെന്ന് ശരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനപ്പം പാസ്റ്ററെ വിളിച്ച് ചോദിക്കും, പാസ്റ്ററെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ, റോബിച്ചാനോട് ചോദിക്കും, ഇവരോടെല്ലാം പ്രസാദാനോട് ചോദിക്കും, എല്ലാ കാര്യങ്ങളും ചോദിക്കും. പക്ഷേ എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. പക്ഷേ അപ്പോഴും പാസ്റ്റർ പറയും, നീ ഒന്നും പേടിക്കണ്ട, ചർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. റോബിച്ചാനോട് ചോദിച്ചാൽ പുള്ളി പറയും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാണ്. പ്രസാദാനോട് ചോദിച്ചാലും ഇത് തന്നെ പറയും. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ, ഫാമിലി, ഞങ്ങളുടെ ഇവിടെ കൂടെ വന്നിരിക്കുന്ന ബന്ധുക്കൾക്കാൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഇവിടെ വന്ന് ശുശ്രൂഷിച്ച നേരത്തെ പോയ സാമർത്ഥ്യ പാസ്റ്ററുണ്ട്, എന്നെ സ്നേഹിച്ച് കടന്നു വന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ട്. പ്രത്യേകം ഞങ്ങളുടെ സാംപാസ്റ്ററുണ്ട്. സാംപാസ്റ്റർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ കോട്ടയത്തായിരുന്ന സമയത്തെല്ലാം പാസ്റ്റർ ചർച്ചിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അന്ന് മുതലുള്ള ബന്ധമാണ്. പാസ്റ്ററാണ് എന്നെ ഒരു അനിയനെ പോലെയാണ് കാണുന്നത്. എല്ലാ കാര്യത്തിനും ഇതുപോലെ തന്നെ, എന്ത് കാര്യത്തിനും ഞാൻ ഷാജി പാസ്റ്ററോട് സംസാരിക്കുന്ന പോലെ തന്നെ സാംപാസ്റ്റർ എന്നോട് അതുപോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതുപോലെ മരണം അറിഞ്ഞ് ഞാൻ വിളിച്ച സമയത്തും ഇത് പറയാൻ വേണ്ടി വിളിച്ച സമയത്തും പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, മോനെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്, ഞാനവിടെ വരും, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നീ വിളിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന പാസ്റ്റർക്ക്. അതുപോലെ ഞാൻ മാത്യു ലാസർ പാസ്റ്ററാണ്. പാസ്റ്റർ എന്നല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ പപ്പ എന്നാണ് വിളിക്കുന്നത്. കാരണം അലക്സാൻ, ഞങ്ങൾ സഹോദരങ്ങളായതുകൊണ്ട് എപ്പോഴും വീട്ടിൽ വരും. ഇതുപോലെ എപ്പം വയ്യാതായ എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് പറയും. അവർ ഫാമിലിയായിട്ട് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും എല്ലാ കാര്യത്തിനും. അതുപോലെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ചെയ്തതെന്ന് ജോയലാണ്. ജോയൽ എൻ്റെ സഹോദരനാണ്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. അതുപോലെ ലൈവ് ചെയ്യുന്ന പൗരുഷ മീഡിയയാണ് നമുക്ക് ലൈവ് ചെയ്യുന്നത്. ഇത് അല്ലാതെ ലൈവ് ചെയ്യുന്നത് നമ്മുടെ ഡേവിഡാണ്. അവനും എൻ്റെ സഹോദരനാണ്. അവനും എന്നെ വിളിച്ച്, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് അവൻ, അച്ഛാ ഞാൻ നിങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഇത്രത്തോളം ഭംഗിയായിട്ട്, ഇത്രത്തോളം വളരെ നല്ലതായിട്ട് ഒരു യാത്രയപ്പ് പപ്പായ്ക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇതിന് എന്നെ സഹായിച്ചതും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ട്, എൻ്റെ സഹോദരങ്ങളുണ്ട്, ഒത്തിരി പേരുണ്ട്, അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ വൈഫിൻ്റെ ഫാമിലി, അവരെല്ലാം ഈ സമയം മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും.
പപ്പയുടെ ഫാമിലി, അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയും പറയുകയും എല്ലാം ചെയ്താണ്. എല്ലാവർക്കുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ഈ ചർച്ച് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പാസ്റ്റർ അന്ന് എന്നെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞതാണ്, മോനെ നീ പേടിക്കേണ്ട, നമ്മുടെ ചർച്ചിൽ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. വീട്ടിൽ വെക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അയൽവക്കത്തുള്ള നമ്മുടെ സഹോദരങ്ങളാണ്, അവർ നമ്മളെ വിളിച്ച് പറഞ്ഞു ഒരു അരമണിക്കൂറെങ്കിലും അവിടെ അവർക്ക് കാണാൻ വേണ്ടി ഒന്ന് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകം ഇന്ന് നമ്മുടെ വചന ശുശ്രൂഷ മെയിനായിട്ട് നിർവഹിക്കുന്ന അനീഷ് പാസ്റ്ററോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് കടന്നു വന്നതിനും പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞാൻ ചർച്ചിൽ അവിടെ പത്തനംതിട്ട ചർച്ചിൽ എപ്പോഴും ചെല്ലാറുണ്ട്. ആ സമയത്തും പാസ്റ്റർ കാണുമ്പോഴെല്ലാം എന്നോട് പപ്പയുടെ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് വീട്ടിൽ വരാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും. എല്ലാ കാര്യത്തിനും ലാസ്റ്റ് സമയത്ത് പാസ്റ്ററാണ് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഇതിനുള്ള എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കും.